സർവശക്തനായ ദൈവത്തിന് ഇന്ന് പ്രഭാതത്തിലും മഹത്വം കരയറ്റുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കും. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. നമ്മുടെ കാലടികൾ വഴുതുവാൻ അവിടുന്ന് സമ്മതിക്കുക. കാൽ വഴുതുന്നുവെന്ന് ചിന്തിക്കുമ്പോൾ നമ്മെ പിടിക്കുന്ന ഒരു ശ്രേഷ്ഠകരമാണ്. അതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവരും അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നു. ദൈവം നമ്മുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. വിശ്വസ്തയോടെ ജീവിക്കുമോ, വിശ്വാസത്താൽ ജീവിക്കുമോ, അഭിഷേകത്തോടെ നടക്കുമോ, ദൈവകൃപയിൽ ആശ്രയിക്കും. ഒരു കാലഘട്ടത്തിലും പരാജയപ്പെടില്ല. ദാവീദ് തൻ്റെ അനുഭവങ്ങൾ എടുത്തെടുത്ത് പറയുന്ന സങ്കീർത്തനങ്ങളാണ് ഓരോന്നും. 34 പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു. എളിയവൻ നിലവിളിച്ച യഹോവയ്ക്ക് യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൽ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ. ടേസ്റ്റ് ചെയ്യാനാണ് ദൈവത്തെ. ആപ്പിള് നമ്മൾ രുചിച്ച് നോക്കിയാൽ അതിൻ്റെ രുചി എന്താവെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുപോലെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഈ ദൈവത്തെ രുചിച്ചറിയാൻ ഇടയാകുമ്പോൾ പറയും, ശക്തരായ ബാലസിംഹങ്ങൾ പോലും ഇരകിട്ടാതെ വിശന്നിരിക്കും. കാട്ടിലെ രാജാവാണ് സിംഹങ്ങൾ, ഉശിരുള്ളതാണ്, ചാടിപ്പിടിക്കാൻ കരുത്തുണ്ട്. പക്ഷെ അതിനു പോലും ചില സമയത്ത് ഇരകിട്ടാതെ വിശന്നിരിക്കും. അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ്. കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കും. ഒരു കാക്കയുടെ കൂട്ടിൽ നിന്ന് കാക്കുഞ്ഞ് കരയുന്ന കരച്ചിൽ കിലോമീറ്ററുകൾ താണ്ടി സ്വർഗരാജ്യത്തിലെത്തുമ്പോൾ അതിനു വേണ്ട തീ എത്തിച്ചു കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ, പ്രിയരേ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളും അവകാശികളുമാക്കിയ നമ്മുടെ വിഷയത്തെ ദൈവം കാണാതിരിക്കുമോ, അറിയാതിരിക്കുമോ, മനസ്സിലാക്കാതിരിക്കും? ഏറെ കുടികളിനേക്കാൾ നമ്മൾ വിശേഷതയുള്ളവരല്ലേ? അതിനെപ്പോലും കർത്താവ് അറിയുന്നെങ്കിൽ തലയിലെ ഒരു മുടി പോലും നിലത്ത് വീണാൽ അതറിയാവും. നമുക്കറിയില്ലല്ലോ എത്രാമത്തെ മുടിയാണ് നിലത്ത് വീണാൽ. അതിനു പോലും നമ്പരിട്ട് വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ പ്രവർത്തികൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നിരാശകൾ ഇന്ന് പകലെടുത്തു മാറ്റണം. എൻ്റെ ദൈവം എന്നെ അറിയുന്നു, എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറകളെ, എൻ്റെ വിഷയങ്ങളെ. അപ്പനറിയത്തില്ല, അമ്മയ്ക്കറിയത്തില്ല, ഹസ്ബൻഡിനറിയില്ല, വൈഫിനറിയില്ല, കുഞ്ഞുങ്ങൾക്കറിയില്ല. പക്ഷേ അറിയേണ്ടതുപോലെ അറിയുന്ന ഒരുവനുണ്ട്. അതാണ് ഹാഗർ പറഞ്ഞത്, എന്നെ കാണുന്നവനെ ഞാനിവിടെയും കണ്ടുവല്ലോ. ആ മരുഭൂമിയിൽ അബ്രഹാമിനെ കാണാൻ പറ്റത്തില്ല, അബ്രഹാം അവിടെ ഇല്ല. പക്ഷേ അബ്രഹാം കണ്ടില്ലെങ്കിലും ആ മരുഭൂമിയിലും കാണുന്ന ഒരുവനെ താൻ അനുഭവിച്ചറിയുകയാണ്. സഹോദരങ്ങളെ, ഒറ്റപ്പെടുന്ന അവസ്ഥകൾ, ഏകാന്തതയുടെ നടുവിൽ പലരും മാറിപ്പോകുമ്പോൾ, പലരും കുറ്റം പറയുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ അവിടെയും കാണുന്ന ഒരുവൻ, നമ്മോട് സംസാരിക്കുന്ന ഒരുവൻ, ഞാൻ നിന്റെ ദൈവമാണ്, ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന ദൈവശബ്ദം ഇന്നു പകൽ മുഴങ്ങുമെങ്കിൽ ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് അടുത്തിയെന്ന്
നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം, എന്നും എന്നേക്കും, ഒരു ദിവസത്തേക്കല്ല, എല്ലാ നാളിലും ജയത്തോടെ നടത്താൻ കഴിവുള്ള ഉന്നതനായ ദൈവത്തിൻ്റെ കാര്യം ഇന്നും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരുന്നു എന്നുള്ളതിന് സംശയമില്ല. എസ്ര 8:22 വളരെ സുപരിതമായ വാക്യമാണ്. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായി, അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായി ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചു. പ്രവാസത്തിലായിരുന്ന എസ്ര ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ ദേശത്ത് തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വന്ന നിന്ദകളും അപമാനങ്ങളും മനസ്സിലാക്കി ആ മതിൽ പണിയാൻ അവർ ദൈവത്താൽ നിയോഗിക്കപ്പെടുകയാണ്. ആ സമയത്ത് വഴിയിൽ പതിയിരിപ്പുകളുണ്ടാവും, ശത്രുക്കളുണ്ടാവും, യാത്രയ്ക്ക് തടസ്സങ്ങളുണ്ടാവും, അനേക പ്രതികൂലങ്ങളുണ്ട്, വെല്ലുവിളിക്കുന്ന ശക്തികളുണ്ട്, കടത്തിവിടത്തില്ലെന്ന് വാദിക്കുന്ന വാദങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന പ്രസ്താവന ഭയങ്കര ആഴമാണ്. നോക്കൂ, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലം. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭയപ്പെടേണ്ട. പ്രതികൂലം വരാം, ആവർത്തിച്ച് പറയുന്നു, പതിയിരിപ്പ് വരാം, കടത്തിവിടത്തില്ല, നിന്നെ എത്തിക്കേണ്ടടത്ത് എത്തിക്കില്ല, നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ചെയ്യിപ്പിക്കത്തില്ലെന്ന് വാദിക്കുന്ന ശക്തമായ എതിരുകളുണ്ടാവാം. പക്ഷേ ആവർത്തിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ കൈ തന്നെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമാണ്. വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? നീയും നിന്റെ തലമുറകളും ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരം അനുകൂലമാകണമേ, അവിടുത്തെ ഫേവർ ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തണമേ എന്ന്, ആ പ്രസാദം ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങൂ. ദൈവത്തിൻ്റെ കൈ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുക. വിശുദ്ധന്മാരെ, സഹോദരങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. അപ്പൻ്റെ കരമോ അമ്മയ്യപ്പൻ്റെ കരമോ ഹസ്ബൻ്റെ കരമോ ആരുടെ കരവും നിങ്ങൾക്ക് അനുകൂലമായില്ലെങ്കിലും ഒരുവൻ്റെ കരം, ഉയർന്നിരിക്കുന്ന വലങ്കൈ, വീര്യം പ്രവർത്തിക്കുന്ന വലങ്കൈ, തിരിച്ചു മടക്കാൻ പറ്റാത്ത വലങ്കൈ, കുറുകിപ്പോകാത്ത വലങ്കൈ നമുക്കനുകൂലമാണ്. ബലപ്പെടുത്തുന്ന വലങ്കൈ നമുക്കനുകൂലമെങ്കിൽ നമ്മൾ ധന്യരായിത്തീരുകയാണ്. എത്ര പേർ സ്തോത്രം ചെയ്യാൻ കഴിയും? അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ. അവനെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരിക്കുമ്പോൾ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമാണ്. കേട്ടോ, ദൈവത്തെ വേണ്ടാത്ത, പ്രാർത്ഥിക്കാത്ത, ആരാധിക്കാത്ത, സ്വന്തം ബുദ്ധിയിലൂന്ന, സ്വന്തം വേഗത്തിലൂന്ന, എൻ്റെ കഴിവുകൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ഇതൊക്കെ സമ്പാദിച്ചു എന്ന് പറയുന്ന വ്യക്തികളോടും വചനത്തിന് പറയാനുള്ളത്, ദൈവത്തെ ഉപേക്ഷിക്കുന്ന എല്ലാവർക്കും അവിടുത്തെ കൈ പ്രതികൂലമായിരിക്കും. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇവർ വഴിയിൽ തുണയായി നിൽക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകന്മാരെയും രാജാവിനോട് ചോദിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇവർ രാജാവിനോടൊരു പ്രസ്താവന പറഞ്ഞു. ദൈവത്തിൻ്റെ കൈ തന്നെ അന്വേഷിക്കുന്ന ഞങ്ങൾക്ക്, അതായത് അർത്ഥം ഞങ്ങൾക്ക് അനുകൂലമാണ്. ദൈവം അനുകൂലമെങ്കിൽ ഇനിയും രാജാവേ, അങ്ങയോട് ഞങ്ങൾ ചോദിക്കാൻ ലജ്ജിക്കുകയാണ്. അങ്ങയുടെ പടയാളികളെയും കുതിരകളെയും ഞങ്ങൾ അങ്ങയോട് ചോദിക്കാൻ ലജ്ജിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നടത്താൻ കഴിവുള്ളവൻ, പതിയിരിപ്പുകളെ ശാസിക്കാൻ കഴിവുള്ളവൻ, ഞങ്ങളുടെ പ്രാർത്ഥനയാലും ഉപവാസത്താലും ഞങ്ങളെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ കഴിവുള്ളവനെ ഞങ്ങൾ ആശ്രയിക്കുന്നത് കൊണ്ട് അങ്ങയുടേതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ചോദിക്കാൻ ലജ്ജിക്കുന്നു. പ്രിയരെ, മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ്. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. ആരെന്നെ സഹായിക്കും? എവിടെ നിന്ന് എനിക്കൊരു വഴി തുറക്കും? ഏത് ദേശത്തു നിന്നൊരു വിടുതൽ വരും? ആരൊരു കൈത്താങ്ങൽ നൽകും? അങ്ങനെ ചിന്തിക്കരുത്. ഒറ്റ ചിന്തയുണ്ടാകൂ, ദൈവം
ദൈവത്തിൻ്റെ കൈ അല്ലെങ്കിൽ ദൈവം ഞങ്ങൾക്ക് അനുകൂലമാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറകൾക്കും അനുകൂലമായതുകൊണ്ട് ലോകത്തിലെ ഒരു വ്യക്തിയോട് ഒന്നും ചോദിക്കേണ്ട, അതിൽ ലജ്ജിക്കണം. അതാ ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. രാജാവിൻ്റെ ഒരു ഫേവറും ഇനി ചോദിക്കാൻ, രാജാവ് അത് തന്നു എന്ന് പറയാൻ ഇടയാവാതിരിക്കാൻ. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിൻ്റെ മുമ്പാകെ കരം പലർത്തൂ, മുട്ടുകുത്തു, തലവണക്കൂ. ഉയരത്തിൽ നിന്ന് നിങ്ങൾക്കൊരു വിടുതൽ വരും. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറക്കും. ആരെന്നെ സഹായിക്കും? ഞാൻ വാർദ്ധക്യമാണ്, എൻ്റെ ബലം ക്ഷയിക്കുന്നു, എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല, എങ്ങൊന്നും ഒന്നും കാണുന്നില്ല. പക്ഷേ ഇന്ന് പകൽ വിളിച്ചവൻ വിളിച്ചു പറയുന്നു, എൻ്റെ കൈ അനുകൂലമാണെങ്കിൽ ലോകത്തിലൊരു വ്യക്തിയെ നിങ്ങൾ ആശ്രയിക്കരുത്, ജഡത്തിൽ ആശ്രയിക്കരുത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനരുത്. ദൈവത്തിൽ ആശ്രയം വെപ്പി, ഹോവിൽ തന്നെ ആശ്രയിപ്പീൻ. അവിടുത്തെ കരം നിങ്ങൾക്ക് അനുകൂലമാണ്. ആ ഭാഗം പോയരെ ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു. ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നത് കൊണ്ട് വഴിയിൽ ശത്രുവിൻ്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ച് ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അടുത്ത നോക്കൂ. ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരുന്നവൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ യെരൂശലേമിലെത്തി. സ്തോത്രം. മനസ്സിലായോ? ഇന്നു പകൽ പ്രാർത്ഥിക്കാൻ തുടങ്ങൂ, ഉപവസിക്കാൻ തുടങ്ങൂ. ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കൂ. മാനുഷിക സഹായം, നിങ്ങളായിരിക്കുന്ന ദേശത്ത് മറ്റൊരാളുടെ സഹായം പ്രതീക്ഷിക്കരുത്, ചിന്തിക്കരുത്. ഞാൻ ആവർത്തിച്ച് പറയും, കുടുംബക്കാർ മാറും, കൂട്ടുകാർ മാറും, അവർ സഹായമല്ല. ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും, ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമാകണം, എൻ്റെ കുടുംബത്തിന് അനുകൂലമാവണം, എൻ്റെ ചർച്ചിന് അനുകൂലമാകണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാനുഷികമായിട്ടല്ല, ആകാശത്തിൻ്റെ കിളിവാഴ് തുറക്കും. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഇടപെടേണ്ടതിനോട് ദൈവം ഇടപെടും, തകർക്കേണ്ടതിനെ ദൈവം തകർക്കും. അതിനെ പറപ്പിച്ച് നീരിക്കുന്നിടത്ത് ദൈവം എത്തിക്കും. കോടിക്കണക്കിന് വഴി എൻ്റെ ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഒറ്റ കണ്ടീഷൻ, പ്രാർത്ഥിച്ചു തുടങ്ങൂ. നിങ്ങളുടെ കരഞ്ഞുകൾക്ക് അനുകൂലമാവണം. ആർക്ക്? അന്വേഷിക്കുന്ന ദൈവത്തോട് ചേർന്നിരിക്കുന്ന പറ്റിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവിടുത്തെ കരം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് അനുകൂലമാവും. അങ്ങനെയെങ്കിൽ ഇനി മറ്റൊരു ചിന്ത വരരുത്. എങ്ങനെ മുൻപോട്ട് പോകും, എങ്ങനെ ഈ കുരു കഴിയും, ആര് പ്രവർത്തിക്കും, ആരിടപെടും, ആര് സംസാരിക്കും, ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ കൈ അനുകൂലമാണെങ്കിൽ മറ്റുള്ളതിനോട് പറയാൻ നിങ്ങൾ ലജ്ജിക്കണം. ഉപവസിച്ചാൽ മതി, പ്രാർത്ഥിച്ചാൽ മതി, ആരാധിച്ചാൽ മതി, ദൈവത്തോട് ചേർന്ന് വചനപ്രകാരം ജീവിച്ചാൽ മതി. ദൈവം നിങ്ങൾക്ക് അനുകൂലമായി വെളിപ്പെട്ടു വരും. മനുഷ്യമായിട്ട് ഒരു സഹായം നമുക്ക് വേണ്ട. ആവർത്തിച്ച് പറയുന്നു, മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ്. ദൈവത്തിൻ്റെ സഹായം ഇന്ന് പകൽ നിങ്ങൾക്ക് വെളിപ്പെടുക. ഞാൻ നിന്നെ സഹായിക്കും. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കൂ. കർത്താവേ, അങ്ങയുടെ കൈ ഞങ്ങൾക്ക് അനുകൂലമാവണം. ഞങ്ങളുടെ ശരീരത്തിന് അങ്ങയുടെ കരം ഒന്ന് ടച്ച് ചെയ്യണം. ഞങ്ങളുടെ തലമുറ ഇത് ടച്ച് ചെയ്യണം. അവരുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട തലമുറകൾ ഈ ദിവസം അങ്ങയുടെ കരത്തിൻ്റെ വല്ലഭത്വം കണ്ട് അവരെ യോജിപ്പിക്കണം. ഒറ്റപ്പെട്ടു പോയ ചിലർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ശക്തി അറിയട്ടെ. ബലഹീനരായവർ ഇന്നുപോലെ വിടുതൻ്റെ കരം വ്യാപരിക്കുന്നത് കാണട്ടെ. ചിലതിനെ ദൈവം മടക്കി കൊണ്ടുവരുന്നു. ആ കരം നിങ്ങളെ ടച്ച് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുന്നു. നിങ്ങളുടെ മൈൻഡിൻ്റെ അകത്തെ ആ ഭാരത്തെ കർത്താവ് എടുത്തു മാറ്റുന്നു. ഇന്ന് പകൽ ആ വിഷയത്തെ കർത്താവ് കൈകാര്യം ചെയ്യുന്നു. നീയല്ല സംസാരിക്കുക, ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ റിലീസുകൾ കൽപ്പിക്കപ്പെടുന്നു. പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ജനത്തെ ബലത്തോടെ നിർത്തും. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കും. മനുഷ്യമായിട്ട് ഇനി ഒരു മാറിനെ മുഖത്ത് നോക്കില്ല. മുട്ടുമടക്കി ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് ഞങ്ങളുടെ കാര്യങ്ങൾ പറയും. അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ വചനങ്ങൾ അവരോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.